രാജ്യാന്തര അവയവ കച്ചവട കേസിൽ ചില സുപ്രധാന കണ്ടെത്തലുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത്. അതായത് ഈ അവയവ കച്ചവടത്തിലൂടെ കിട്ടുന്ന തുക, കമ്മീഷൻ തുക, അതുപയോഗിച്ച് പ്രതികൾ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് NIA കണ്ടെത്തുന്നു. ഈ തുകയൊക്കെ തന്നെ പലതും ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയടക്കം ഈ പ്രതികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള തുക ഒരു സ്റ്റെമ്മ ക്ലബ് എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത് എന്നതും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് മുഖ്യപ്രതി മധുവിനായി NIA കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ആ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചുകൊണ്ട് NIA കോടതി ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ NIA സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് കോടതി പറയുന്നത്. അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ പലരുടെയും ദാരിദ്ര്യമടക്കം ചൂഷണം ചെയ്താണ് ഈ സംഘം ഇവരെ ഈ അവയവ ദാനത്തിലേക്ക് എത്തിച്ചിരുന്നത്. അവർക്ക് പണം നൽകി പ്രലോഭിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതടക്കമാണ് അവരെ ഇറാനിലേക്ക് കൊണ്ടുപോയത്. അവിടെ ശസ്ത്രക്രിയ നടത്തുന്നു. തുടർന്ന് ഈ അവയവം വാങ്ങാനെത്തുന്നവരോട് നിങ്ങളുടെ ലൈഫ് ത്രെട്ടനിങ്ങിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയ വിലയ്ക്കാണ് ഇത് വാങ്ങിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും ബോധ്യമാവുകയാണ്. അതായത് ഈ അവയവം നൽകാനെത്തുന്നയാൾക്ക് 7 ലക്ഷം 8 ലക്ഷം രൂപ കൊടുക്കുന്നു. തുടർന്ന് ആ ശസ്ത്രക്രിയയ്ക്ക്, ഇറാനിൽ നടക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് 10 ലക്ഷം രൂപ ആശുപത്രിക്ക് കൊടുക്കുന്നു. ഇവരുടെ തുടർ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ കൂടി ചെലവഴിക്കുന്നു. അങ്ങനെ ഏകദേശം 27-30 ലക്ഷം രൂപയാണ് പരമാവധി ഇവർ ഇതിന് ചെലവഴിക്കുന്നത്. എന്നാൽ ഈ അവയവം വാങ്ങാനെത്തുന്നവരിൽ നിന്ന് ഏകദേശം 60 ലക്ഷത്തിലധികം രൂപയൊക്കെയാണ് ഈടാക്കുന്നത്. അങ്ങനെ ഒറ്റ ഇടപാടിൽ കമ്മീഷനായി 30 ലക്ഷത്തോളം രൂപ ഇവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ തുക എങ്ങോട്ടൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണവും ദേശീയ അന്വേഷണ ഏജൻസി നടത്തുകയാണ്. ഇവർ അന്താരാഷ്ട്ര റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്നും പറയുന്നു. നിലവിൽ 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഒന്ന് മുഖ്യപ്രതിയായിട്ടുള്ള മധു ജയകുമാർ, അതോടൊപ്പം തന്നെ ബെല്ലാം രാമപ്രസാദ് കൊണ്ട, അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയാണ്. കൂടാതെ 2 പേർ സാബിത്ത് സജിത്ത്, ഇവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആദ്യം 3 പേരെ, അല്ലെങ്കിൽ ഈ മധു ഒഴികെയുള്ള മറ്റു 3 പേരെ പോലീസും അതിനുശേഷം പിന്നീട് കേസ് ഏറ്റെടുത്ത NIA മധുവിനെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തും. ഇതിൽ NIA മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ചില കഴമ്പുണ്ടെന്നും അതുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ കൊടുക്കുന്നു എന്നും ആ ഉത്തരവിൽ NIA കോടതി പറയുന്നുണ്ട്. എന്തായാലും വളരെ വ്യാപകമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഈ കേസ് പോകാൻ പോകുന്നത്. കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ക്യാമറമാൻ ബിനു പാവമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.